ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് ഇന്നലെ അർദ്ധരാത്രി പിന്നിട്ട് എത്തി. ഇന്ന് BJPയുടെ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യും. വിനീഷിലേക്ക് വീണ്ടും. വിനീഷും അഖിലും ശാലിനിയും ഒക്കെ സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകി വരികയായിരുന്നു. വിനീഷ്, ആഭ്യന്തരമന്ത്രിയാണ് എത്തുന്നത്. BJP പ്രവർത്തകർക്ക് വലിയ സന്തോഷമാണ്. പുതിയ ആസ്ഥാനം തലയെടുപ്പോടെ നിൽക്കുന്നു. മറുവശത്ത് ഭാരതത്തിൻ്റെ തന്നെ തലയെടുപ്പായ ഒരാൾ അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു. തുടരും. തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നേരത്തെ അഖിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതായിരുന്നു. പഴയ സംസ്ഥാന അധ്യക്ഷന്മാരെക്കുറിച്ച്, അവരുടെ കാലഘട്ടങ്ങളെയൊക്കെ കുറിച്ചൊക്കെ അതൊന്ന് പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് മറ്റ് കാര്യാലയത്തിൻ്റെ വിശേഷങ്ങളിലൊക്കെ കടക്കാം. ഈ ഒരു സംസ്ഥാന ഓഫീസിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. പ്രധാനമായും പറഞ്ഞു വന്നത് സംസ്ഥാന അധ്യക്ഷന്മാരുടെ ഇടപെടലുകൾ. PP മുകുന്ദനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് സംഘടനാ സെക്രട്ടറി, സംസ്ഥാന അധ്യക്ഷൻ എന്നതിലുപരി സംഘടനാ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രയത്നത്തിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ഒപ്പം മറ്റു സംസ്ഥാന അധ്യക്ഷന്മാർ, എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരെയും ഇന്നത്തെ ദിവസം ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 10 സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട്. 10 പേർക്കും ക്ഷണവും പോയിട്ടുണ്ട്. ഒപ്പം നമുക്ക് ഇനിയും ഓർത്തെടുക്കേണ്ട മറ്റ് അധ്യക്ഷന്മാരാരൊക്കെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച് നിർത്തിയത് CKP എന്ന CK പത്മനാഭൻ വരെയാണ്. അതിനുശേഷം എത്തുന്ന ആൾ PS ശ്രീധരൻപിള്ളയാണ്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ് CKPക്ക് ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നത്. PS ശ്രീധരൻപിള്ളയ്ക്ക് ശേഷം എത്തുന്നയാൾ PK കൃഷ്ണദാസാണ്. PK കൃഷ്ണദാസിന് ശേഷം V മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നു. V മുരളീധരന് ശേഷം എത്തുന്നത് സംഘത്തിൻ്റെ നിന്നും ഒരു സംസ്ഥാന അധ്യക്ഷൻ എത്തുന്നു. അത് കുമ്മനം രാജശേഖരനാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. അവിടെ നിന്നും അടുത്ത് വീണ്ടും കുമ്മനം രാജശേഖരൻ ചെങ്ങന്നൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും മിസോറാം ഗവർണർ എന്ന ഒരു നിയോഗത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. ആ ഘട്ടത്തിൽ വീണ്ടും അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള തന്നെ വീണ്ടും സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നു. ഇതിലൊരു പ്രത്യേകത, KG മാരാർക്കു ശേഷം മറ്റൊരു അടുത്ത ടേമിലേക്ക് കൂടി സംസ്ഥാന അധ്യക്ഷനായി എത്തുന്ന ആൾ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു വർഷക്കാലം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നു. അതിനുശേഷം 2000 അതായത് 2019 PS ശ്രീധരൻപിള്ളയുടെ കാലാവധി ഒഴിയുന്നത്. അതിനുശേഷം വീണ്ടും കേരളത്തിൽ ഒരു സമരത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കൂടി BJPയെ നയിച്ചുകൊണ്ട് വലിയ ഒരു BJP ഒരു സമരമുഖത്തേക്ക് കൂടി എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരങ്ങൾക്ക് മേൽ വലിയ കടന്നുകയറ്റം ഇടതു സർക്കാർ നടത്തിയ ശബരിമല പോലുള്ള ആ വിഷയങ്ങളിലൊക്കെ തന്നെ BJP വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് 2020 K സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷത്തിലേക്ക് എത്തുന്നത്. ഏറ്റവും ദീർഘമായ 2025 വരെ 5 വർഷക്കാലം, ഇതിൽ ഒരു സമയ ശ്രേണി എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാലം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നത് K രാമൻപിള്ളയാണ്. 7 വർഷക്കാലമാണ് അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ദീർഘകാലം BJPയുടെ തുടർച്ചയായിരിക്കുന്ന ഏറ്റവും ദീർഘകാലം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നത് V മുരളീധരനാണ്, 6 വർഷക്കാലം. അതിനുശേഷം ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് K സുരേന്ദ്രനാണ്, 2020 മുതൽ 25 വരെ. 25 കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സംസ്ഥാന ഓഫീസ് ഇന്ന് അധ്യക്ഷതയിൽ വഹിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ ഒരു വികസന കാഴ്ചപ്പാട് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ വെക്കുന്ന ഒരു വ്യക്തിയിലേക്ക് BJPയുടെ ഒരു ഇതിലേക്ക് തന്നെ മാറുന്ന, അതായത് ദൈനംദിനമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും അപ്പുറത്ത് കേരളം അത് വികസിക്കേണ്ട ഒരു സംസ്ഥാനമാണ് എന്ന കേന്ദ്ര BJPയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ തന്നെ ഏറ്റവും ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് എത്തുന്നു. 2025 അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി. ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർ ശാലിനി അടക്കമുള്ളവർ പുതിയ ടീമിനെ, വികസിത ടീം എന്നതാണ് ഒരു #ആയിട്ട് വന്നത്. അങ്ങനത്തെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ഇന്ന് BJPയുടെ ദീർഘകാലത്തെ 2016 മുതൽ പ്രവർത്തനത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം, അന്നും അമിത്ഷായാണ് ദേശീയ അധ്യക്ഷനായി, അമിത്ഷായാണ് അന്ന് ഇന്ത്യ മഹാരാജ്യത്ത് BJPയെ നയിക്കുന്നത്. അദ്ദേഹം തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിച്ച കുമ്മനം രാജശേഖരൻ്റെ കാലത്താണ് ഇതിന് തറക്കല്ലിടുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് K സുരേന്ദ്രൻ്റെ കാലത്താണ്. രാജീവ് ചന്ദ്രശേഖരൻ, ഇത് പാർട്ടി എന്ന് പറയുന്നത് ഒരാളല്ല, വ്യക്തികേന്ദ്രമല്ല. അനുസരിച്ച്
നേതൃത്വം മാറുന്നു അനുസരിച്ചാണ്. അപ്പോൾ കുമ്മനം രാജശേഖരന്റെ കാലത്ത് KG മാരാർ ഭവന് ഒരു തറക്കല്ലിടുന്നു, K സുരേന്ദ്രന്റെ കാലത്ത് അത് പണി നടത്തുന്നു, രാജീവ് ചന്ദ്രശേഖർ അത് പാർട്ടി പ്രവർത്തകരിലേക്ക് അത് സമർപ്പിക്കുന്നു. നാളെ ഇനി മറ്റൊരാൾ എത്തുന്ന സമയത്ത് ഇവിടേക്ക് BJP അധികാരത്തിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള അത്രയും വലിയ, ഇന്നലെ ശാലിനി നമ്മൾ വാർത്ത സംരക്ഷണം ചെയ്യുമ്പോൾ പറഞ്ഞതാണ്, ഇവിടുത്തെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്ര ദീർഘവീക്ഷണത്തോടു കൂടി ഒരു സംസ്ഥാന കാര്യാലയം പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പാർട്ടി പ്രവർത്തകൻ വരുമ്പോൾ അവരെ സ്വീകരിക്കുക റിസപ്ഷനാണ്. അവിടെയാണ് നമ്മുടെ റിസപ്ഷൻ പ്രവർത്തിക്കുന്നത്. അതിന് മുൻപിലേക്ക് ഏറ്റവും ഈ പാർട്ടിയെ ഇന്ത്യ മഹാരാജ്യത്ത് നയിച്ച രണ്ട് വ്യക്തിത്വങ്ങളുടെ, രണ്ട് മഹാരഥന്മാരുടെ ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് ശ്യാമപ്രസാദ് മുഖർജിയാണ്, ഒന്ന് ദീനദയാൽ ഉപാധ്യായയാണ്. രണ്ടുപേരാണ് ഈ പാർട്ടിയെ ഇന്ത്യ മഹാരാജ്യത്ത് ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസത്തോടെ ഈ പാർട്ടി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആവശ്യമാണ് എന്ന തരത്തിൽ ഈ പാർട്ടിയുടെ ആശയങ്ങൾ, ഈ പാർട്ടിയുടെ ചിന്തകൾ, ഈ പാർട്ടിയുടെ എല്ലാമായ പാർട്ടി പ്രവർത്തകർക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ദേശീയതയുടെ ഒരു കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾ, ഒപ്പം തന്നെ BJP അടക്കമുള്ള സംഘടനകൾ പല ഘട്ടങ്ങളിൽ, രാഷ്ട്രീയ പാർട്ടികൾ പല ഘട്ടങ്ങളിൽ ഉയർത്തുന്നത് ദേശീയതയുടെ കാഴ്ചപ്പാടാണ്. ആ ദേശീയതയുടെ കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലും അനിവാര്യമാണെന്ന് പല ഘട്ടങ്ങളിലും BJP മറ്റു സംഘപരിവാർ സംഘടനകൾ അടക്കമുള്ളവർ ഓർമ്മിപ്പിക്കാറുമുണ്ട്. അതേസമയം നമുക്ക് നേരത്തെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറഞ്ഞപ്പോൾ, രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലെത്തിയ സമയം മുതൽ, അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിൽ വന്ന് സംഘടനാ പ്രവർത്തനം നടത്തുന്നു, ഒപ്പം തന്നെ BJPയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകുന്ന ഘട്ടം മുതൽ പറയുന്നത് അദ്ദേഹം ഒരേ ഒരു വാക്കാണ് പറയുന്നത്, വികസനമാണ് കേരളത്തിന് വേണ്ടത്, അടിസ്ഥാന വികസനം കേരളത്തിന് അനിവാര്യമാണെന്ന ഒരു ബോധ്യം സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുകയാണ് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായ സമയം മുതൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് വികസിത കേരളം എന്ന കാഴ്ചപ്പാട് തന്നെയാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് പുതിയ ടീമിനെയും പ്രഖ്യാപിച്ചിരിക്കുന്നത്, സംസ്ഥാന ഭാരവാഹി ടീമിനെയും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മോടൊപ്പം ഇപ്പോൾ ശാലിനിയും കൂടി ചേരുകയാണ്. ശാലിനി കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ മൊത്തത്തിൽ കടന്ന് കറങ്ങുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഓഫീസിൻ്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയാണ് ഈ ഓഫീസിൻ്റെ എത്രത്തോളം ചതുരശ്ര അടിയുണ്ട്? ഈ ഓഫീസിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ പ്രേക്ഷകർക്ക് കേൾക്കാനും കാണാനൊക്കെ ആഗ്രഹമുണ്ട്. ആ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞു വയ്ക്കാം. വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ 60,000 സ്ക്വയർ ഫീറ്റിലാണ്. ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പറഞ്ഞതല്ലേ, വേറെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും അവകാശപ്പെടാൻ കഴിയാത്ത അത്രയധികം അത്യാധുനിക സംവിധാനം, ദീർഘവീക്ഷണം. അത് തന്നെയാണ് ഈ സംസ്ഥാന അധ്യക്ഷന്മാരുടെയും ഒപ്പം തന്നെ കേന്ദ്ര നേതാക്കന്മാരുടെയൊക്കെ ഒരു ദീർഘവീക്ഷണം തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മണ്ണിൽ, പത്മനാഭൻ്റെ മണ്ണിൽ പ്രാവർത്തികമായതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അവർക്ക് കാണാൻ ആകാംക്ഷയുണ്ടാകും. കാരണം എല്ലാവർക്കും നേരിട്ടിത് എത്തിക്കാണാനോ ഇതിനുള്ളിലേക്കൊക്കെ എത്താനോ ഒന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ പോകുകയാണെങ്കിൽ കയറി വരുന്ന കവാടം മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഡോറൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരാളുടെ സ്വാഭാവികമായ ഹൈറ്റിന് മുകളിൽ ഏകദേശം 9 അടിയൊക്കെ ഹൈറ്റുള്ള ഒരു ഡോറാണ്. കോറിഡോറിലൂടെയാണ് നമ്മൾ കയറി വരുന്നത്. ആ പടിക്കെട്ടുകൾ കയറി ഒരു വിശാലമായൊരു വലിയൊരു ഹോട്ടൽ സമുച്ചയത്തിലേക്ക് എത്തുമ്പോൾ ഒരു 5 സ്റ്റാറിന് മുകളിലൊരു ഹോട്ടൽ സംവിധാനം, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപക്ഷെ പറയേണ്ടിയിരിക്കുന്നു. ഈ കവാടം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്നത് ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാക്കളെയാണ്. ദീൻദയാൽ ഉപാധ്യായ, ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ളവരെ നമുക്ക് ഇവിടെ കാണാം. ഇവരെ കാണുന്നത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ അമിത്ഷാ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ക്ലീൻ ചെയ്തതാണ്, ചെയറുകളൊക്കെ മാറ്റിയതാണ്, സോഫകളൊക്കെ മാറ്റിയതാണ്. ഇവിടെയൊക്കെ വരുന്നവർക്കൊക്കെ ഇരിക്കാനൊരു ലിവിങ് സ്പേസ് പോലെ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വിശ്രമിക്കാം, ഇവിടെ ഇരിക്കാം. അവർക്ക് ഇനിയിപ്പോൾ TV സംവിധാനങ്ങളൊക്കെ വരും, വാർത്തകളൊക്കെ അപ് ടു ഡേറ്റ് കാണാനൊക്കെയുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കും. അതിന് തൊട്ടടുത്ത് തന്നെയായി റിസപ്ഷനുണ്ട്. അതായത് ഒരു ഓഫീസിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോട്ടലിലേക്കൊക്കെ ആണെങ്കിലും നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് റിസപ്ഷനാണ്. അവർക്ക് കാര്യങ്ങൾ ചോദിക്കാനൊക്കെയുള്ള ഒരു സ്പേസ് അതാണ്. അങ്ങനെ റിസപ്ഷൻ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു ഗോൾഡൻ താമര വിരിഞ്ഞു നിൽപ്പുണ്ട്. ഇതുപോലെ തന്നെയായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ താമരകൾ ഒരുപാട് വിരിയാൻ പോകുന്നത്. അങ്ങനെ റിസപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. റിസപ്ഷന് തൊട്ടടുത്ത് തന്നെയായി വികസിത കേരളം എന്ന് പറയുന്നൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതായത് ഇവിടെ ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP ഓഫീസിൽ എത്തുന്ന സമയത്ത് പുതിയ ഈ ഒരു മാരാർജി മന്ദിരത്തിലേക്ക് എത്തുമ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു #, എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് വികസിത കേരളം എന്ന കാഴ്ചപ്പാട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു നിലപാട്, ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു #, വികസിത കേരളം.
എന്ന ഒരു ഹാഷ്ടാഗ്, ഒപ്പം കൂടെയുണ്ട് ഞങ്ങൾ എന്ന് പറയുന്ന BJPയുടെ മറ്റൊരു മുദ്രാവാക്യം, അല്ലെങ്കിൽ ഒരു അവർക്ക് ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു വാക്ക്, അങ്ങനെയല്ലേ പറയാൻ കഴിയും? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംസ്ഥാന ഓഫീസായി നമുക്കിതിനെ കാണാൻ കഴിയില്ല. കൂടെയുണ്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കടന്നു വരാം. കേന്ദ്ര പദ്ധതികൾ ഒരുപാട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അതൊക്കെ നമ്മൾ അട്ടിമറിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യം കാണുന്നത് ആർക്കും വന്ന് കാണാവുന്ന ഒരു സാധാരണക്കാരന് ഒരു സഹായം ചോദിച്ച് BJPയുടെ സംസ്ഥാന കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് കാണാവുന്ന ഒരു റൂം, അല്ലെങ്കിൽ സാധാരണക്കാരനെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ആണ് ഫസ്റ്റ് കാണുന്നത്, റിസപ്ഷനോട് ചേർന്ന്. അതിനുശേഷം ഈ കൂടെയുണ്ട് ഞങ്ങൾ ഹെൽപ്പ് ഡെസ്ക്, വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇനി കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. തൊട്ടടുത്ത് തന്നെ ലിഫ്റ്റ് ഉണ്ട്. ഈ 7 നിലകളാണ്. 7 നിലകൾ എന്ന് പറയുമ്പോൾ 2 നിലകൾ അണ്ടർഗ്രൗണ്ടും 5 നിലകളാണ് മുകളിലേക്കുള്ളത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ തൊട്ടടുത്തായി നമുക്ക് കാണാം. ഒരുപക്ഷെ സംഘം എന്താണ്, BJP എന്താണ് എന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച, സാധാരണ പ്രവർത്തകരിലേക്ക് എത്തിച്ച ഒരു വ്യക്തി. ഒരുപക്ഷെ സംസ്ഥാന കാര്യാലയം എന്നതിനപ്പുറം മാരാർജി ഭവൻ, ഈ മാരാർജിയെ ഓർക്കാതെ ഈ ഒരു ദിവസം കടന്നു പോകില്ല. അതെ, ദിവസവും കടന്നു പോകില്ല, ഒരുപക്ഷെ ഈ പ്രസ്ഥാനത്തിനും കടന്നു പോകാൻ കഴിയില്ല. അദ്ദേഹത്തിനെ അനുസ്മരിപ്പിക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതും ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്തായി 4 കെട്ട് ശൈലിയിലാണ് ഈ കെട്ടിടം പണിതിട്ടുള്ളത്. നമുക്കിതിന് മുൻപുണ്ടായിരുന്ന കെട്ടിടവും, അതായത് ആ ഓടിട്ട മാരാർജി ഭവനും ഒരു 4 കെട്ട് ശൈലിയിലാണ്. അന്ന് കേന്ദ്രമന്ത്രിയുടെ കയ്യിൽ നിന്നും ആ ഒരു ഭൂമി വാങ്ങുമ്പോൾ 90 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വീടും ഒരു 4 കെട്ട് മാതൃകയിലായിരുന്നു. അതേ 4 കെട്ട് മാതൃകയിൽ തന്നെയാണ് ഈ ഒരു പുതിയ സംസ്ഥാന കാര്യാലയവും നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 4 കെട്ടിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് മഴ പെയ്താലും വെയിൽ വന്നാലും ഒക്കെ കാണാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് മാരാർജിയുടെ പ്രതിമ, വെങ്കല പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പ്രതിമയാണ് ഇന്ന് ഔദ്യോഗികമായി സംസ്ഥാന കമ്മിറ്റി ഓഫീസിനും പ്രവർത്തകർക്കും ഒക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകുന്നത്. തൊട്ടടുത്തായി ഇവിടെ ഒരു കുളം കാണാം. ആ കുളത്തിൽ താമരകൾ ഒരുപാട് വിരിഞ്ഞ് നിൽപ്പുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇതേപോലെ ഒരുപാട് താമരകൾ കേരളത്തിൽ വിരിയാനുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ സൈൻ, ഈ താമര വിരിഞ്ഞ് നിൽക്കുന്ന ഈ സൈൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ വികസിത ടീമിന്റെ പല ആൾക്കാരെയും നമ്മൾ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ ആരാഞ്ഞിരുന്നു. ഈ പ്രതികരണങ്ങൾ ആരായുമ്പോൾ ഓരോരുത്തരും, സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് അടക്കമുള്ളവർ വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. ഇനി വരാൻ പോകുന്നത് താമരയുടെ കാലമാണ്. പ്രത്യേകിച്ച് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ ഈ പറയുന്ന വിരിഞ്ഞു നിൽക്കുന്ന താമരകൾക്ക് സമാനമായി കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ തദ്ദേശ വാർഡുകളിലും BJPയുടെ താമര വിരിയുമെന്ന ആത്മവിശ്വാസമാണ് ഈ വികസിത ടീമിനുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, അല്ലേ? ഇന്നലെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോ നേതാക്കന്മാരും, ഇവിടെ പല നേതാക്കന്മാരും ഉണ്ട്, അവരോടൊക്കെ സംസാരിച്ചപ്പോഴും അവരൊക്കെ ആ ഒരു ശുഭാപ്തി പ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ വികസിത കേരളം, വികസിത ടീം, ആ ടീം ഒന്നടങ്കം ഇറങ്ങുകയാണ്. ഇപ്പോൾ അവരുടെ മുന്നിലുള്ള 2 വെല്ലുവിളികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണെന്നുള്ളതാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്.